ഇപ്പൊ കുറെ താങ്ക് യു. പേര് ജോയിൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വീക്കിലും സെഷൻസ് കണ്ടക്ട് ചെയ്യാൻ തന്നെയാണ് വിചാരിക്കുന്നത്. എല്ലാ വീക്കിലും അതും നിങ്ങൾക്ക് വേണ്ട വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് സജഷൻസ് ഉണ്ടെങ്കിലും എന്നോട് പറയാം, ഗ്രൂപ്പിൽ ഇടാം. നിങ്ങൾക്ക് അതനുസരിച്ചുള്ള പോൾ ഇടാൻ ഞാൻ അതനുസരിച്ച് ഈ വീക്കിൽ ഏത് ടോപ്പിക്കാണ് അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ചധികം തിരക്കാവുന്നത് കൊണ്ട് എനിക്ക് വീക്ക്ലി സെഷൻസ് എടുക്കാൻ പറ്റുന്നില്ല. ബട്ട് ഇനി അങ്ങോട്ട് എടുക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ എല്ലാ അപ്ഡേറ്റ്സും വരുന്നത് ഗ്രൂപ്പിലായിരിക്കും. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവരെയും ഞാൻ സ്പെഷ്യലി അപ്രിഷിയേറ്റ് ചെയ്യാണ്. കുറച്ച് ദിവസങ്ങളിൽ സെഷൻസ് ഇല്ലെങ്കിൽ കൂടി ഗ്രൂപ്പിൽ വെയിറ്റ് ചെയ്തിരുന്നതിന് ഞാൻ നിങ്ങളെ റിയലി അപ്രിഷിയേറ്റ് ചെയ്യാണ്. എനിവേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുറച്ച് ദിവസം മുൻപ് ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. എന്തായിരുന്നു ആ പോള്? ഓർക്കുന്നുണ്ടോ? എന്താണ് ആ പോള്? ഗോളാണ്. പോൾ കൈൻഡ്നസ് ആണ്. ഇട്ടിട്ടുണ്ടായിരുന്നു. പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളോട് കൈൻഡ്നസ് ഉള്ളവരാണോ? ആ, നിങ്ങൾ നിങ്ങളോട് കൈൻഡ് ആയിട്ടാണോ സംസാരിക്കുന്നത്? നിങ്ങൾ കൈൻഡ് ആയിട്ടാണോ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു ചോദ്യം വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത് ആക്ച്വലി. അത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അതിൽ നിന്നാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ പറയുമ്പോൾ എത്ര പേർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതിന് ഇത്രയും വലിയ പ്രാധാന്യം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെഷന്റെ എൻഡിൽ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന്, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ ആ ഒരു കാര്യത്തിന്, നിങ്ങളോട് കൈൻഡ് ആയിട്ട് സംസാരിക്കുന്നതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ എന്തായാലും നമുക്ക് സെഷൻസിലേക്ക് പോവാം. പിന്നെ ജസ്റ്റ് വേറെ ആരും പുതിയ ആളുകളൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് വരുന്നവർ ജോയിൻ ചെയ്ത് വരട്ടെ. നമുക്ക് പെട്ടെന്ന് പോവാം ഇതിലേക്ക്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങളോട് കൈൻഡ് ആയിട്ടാണോ സംസാരിക്കുന്നത് എന്നുള്ളത്. അതിനു മുൻപ് ആദ്യമേ തന്നെ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീത്ത് എടുക്കാം. മൂക്കിലൂടെ ബ്രീത്ത് എടുക്കാം, വായിലൂടെ ശ്വാസം വിടാം. ഒന്ന് ജസ്റ്റ് ഒന്ന് കൂളായിട്ടിരിക്കാം. ജസ്റ്റ് മെഡിറ്റേഷനിലേക്കൊന്നും അല്ല പോകുന്നത്, ജസ്റ്റ് ഒന്ന് കാം ആയിട്ടിരിക്കാം. ഇവിടെ ദർ ഇസ് നോ ജഡ്ജ്മെന്റ്. ഇവിടെ നിങ്ങൾ ആരും ജഡ്ജ് ചെയ്യുന്നില്ല. ഒരു പ്രഷറും നിങ്ങൾക്കില്ല. നിങ്ങളോട് ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് നിങ്ങൾക്കത് കിട്ടുകയാണ്. ഒരൊറ്റ പോയിന്റ് കിട്ടിയാലും മതി. ആ ഒരു പോയിന്റ് നിങ്ങൾ കൂടെ പിടിക്കുക, നിങ്ങളത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ് ഈ ഫ്രീ സെഷൻസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം. അപ്പോ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: നിങ്ങളോട് കൈൻഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ടോ എന്നുള്ളത്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളിപ്പോ കുറച്ച് ദിവസങ്ങൾ, ഇപ്പൊ റീസെന്റ് ഏറ്റവും അടുത്ത് നിങ്ങളോട് ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്തായിരുന്നു? ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചേ. നിങ്ങളോട് തന്നെ ചെയ്ത ഒരു മിസ്റ്റേക്ക് ഒന്ന് നിങ്ങൾ ആലോചിക്കും. ഷോ, അത് ചെയ്യണ്ടായിരുന്നു, അയ്യോ അത് പറ്റിപ്പോയി, അങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്യുന്ന, അങ്ങനെ നിങ്ങൾക്കുണ്ടായ ഒരു കാര്യം നിങ്ങളൊന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം എല്ലാവരും. പറയണം എന്നില്ല. മേ ബി അതൊരു ചെറിയ കാര്യമായിരിക്കാം, ചിലപ്പോൾ അതൊരു വലിയൊരു കാര്യമായിരിക്കാം. പക്ഷെ എന്താണെങ്കിലും, എന്തായിരുന്നു ആ ഒരു മൊമെന്റിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയും. നിങ്ങളൊരു മിസ്റ്റേക്ക് ചെയ്തു. ഉം. യെസ്, ആരാണ് പറയാൻ പോകുന്നേ? ഞാൻ സഫി. പറയാം. ആ, പറയൂ സഫീല. ഉം ഉം. അപ്പം ഇതിലുപരി ഞാൻ ആ സ്റ്റേജിൽ നിൽക്കാൻ എന്റെ കുഞ്ഞുനാൾ തൊട്ട് എന്നെ പരിശ്രമിച്ച് എന്നെ എല്ലാം ഓവർകം ചെയ്ത് എല്ലാ സിറ്റുവേഷനിലും എന്ത് സ്ട്രഗ്ലിംഗ് ഉണ്ടായാലും ആ സിറ്റുവേഷൻ എല്ലാം സ്ട്രഗിൾ ചെയ്ത് ഞാൻ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും എന്റെ എന്റെ ഹസ്ബൻഡും പറഞ്ഞെങ്കിൽ പോലും എന്റെ ഫാദറിനെ എനിക്ക് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റിയില്ല. എനിക്കൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ അറിയിക്കാൻ പറ്റിയില്ല ഓപ്പൺ സ്റ്റേജിൽ. അത് എന്തോ മിസ്സിങ് ആയി പോയി. അതെനിക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അവിടെ എന്തോ ഒരു ബ്ലാങ്ക് വന്നു. അവിടെ എനിക്കത് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണേ. എനിക്ക് അവിടെ ആ ആ ഒരു വ്യക്തി എനിക്ക് അത്രയും പ്രൗഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്റെ ഫാദർ എന്ന് പറയുമ്പോൾ. അത് എനിക്ക് ഈ ജന്മത്തായാലും ഈ ജന്മം കൊണ്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണി എനിക്ക് ആ മനുഷ്യനോട് എനിക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ്. എന്തുകൊണ്ടോ അവിടെ എനിക്ക് മിസ്സായി പോയി. അതിൽ ഭയങ്കര ഒരു വിഷമം ഞാൻ ഇന്നും അനുഭവിക്കുന്നുണ്ട്. അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ എന്നാലേ. അത് എങ്ങനെ ഞാൻ ഇനി അത് പറഞ്ഞറിയിക്കും, എങ്ങനെ അത് ഞാൻ തീർക്കും, ഇനി എന്തുകൊണ്ട് അത് തീർക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. എന്തോ ഒരു ബ്ലാങ്ക് ഇവിടെ വന്നു. എനിക്ക് അത് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് അവിടെ അറിയിക്കാൻ പറ്റിയില്ല. എനിക്കത് ആ സ്റ്റേജിൽ എനിക്ക് പറയണം. കാരണം ആ വ്യക്തിയുടെ വിയർപ്പും പിന്നെ ചോരയും എല്ലാം എന്നെ അതുവരെ കൊണ്ട് എത്തിച്ചിട്ട് എന്തോ ഒരു മിസ്സിങ് അവിടെ ഒരു
ഒരു ബ്ലാങ്ക് വന്നു. ഉം, എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല അത് ഉം, എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. ഉം, ഉം. അങ്ങനെ അത് ഒരു വിഷമം എന്റെ മനസ്സിലുണ്ട്. അത് മനസ്സിലുണ്ട് തീർക്കാൻ മനസ്സിലുണ്ട് പറ്റാത്തൊരു വിഷമാണ്. മനസ്സിലായി. അത് പറയുമ്പോഴും ഇപ്പോഴും സ്റ്റിൽ അത് പറയുമ്പോഴും സ്റ്റിൽ സഫീലക്ക് ആ ഒരു പ്രയാസത്തിൽ നിന്നുകൊണ്ടാണ് സഫീല സംസാരിക്കുന്നത്. ആക്ച്വലി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്സ് വരും. അതാണ് ഞാനിപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചത്. മിസ്റ്റേക്സ് വരും. ആ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളോട് എന്താണ് പറയുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. സ്റ്റിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ ഒരു കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഈ ഒരു ടോപ്പിക്കിന്റെ പ്രാധാന്യം വരുന്നത്. നിങ്ങൾ അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളുടെ മുൻപോട്ടുള്ള ജേർണിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കും. ഇവിടെ സഫീല ചെയ്യേണ്ടത്, ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഞാൻ എന്തായാലും ആ ഒരു വ്യക്തിയോട് അത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് എന്തുകൊണ്ടും ആ ഒരു ടൈമിൽ ഞാൻ അത് മിസ്സായിപ്പോയി. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഇതിലും വലിയൊരു വേദിയിൽ ഇതിലും വലിയ രീതിയിൽ എൻ്റെ ഫാദറിനെ ഞാൻ പ്രൗഡാക്കും. അതാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയാണ് നമ്മൾ നമ്മളോട് കൈൻഡ് ആയിട്ട് സംസാരിക്കുന്നതിന്റെ ഒരു നമുക്ക് അവിടെ തന്നെ നമ്മൾ അവിടെ റീഫ്രെയിം ചെയ്ത് മാറ്റിയാണ് ആ ഒരു സെന്റൻസ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ്. വരും ടോപ്പിക്ക് വരും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സഫീല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. ആ ഒരു രീതിയിൽ ഒന്ന് ചിന്തിക്കുമ്പോൾ ഒരു ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ടോ സഫീല? ഇതിലും വലിയൊരു തീർച്ചയായിട്ടും. മൊമെന്റില്, ഇതിലും വലിയൊരു സ്റ്റേജിൽ, ഇതിലും വലിയൊരു ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ ഞാൻ എൻ്റെ ഫാദറിനെ പ്രൗഡാക്കും. ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തൊരു കാര്യമല്ല. അത് ഹ്യൂമൻ ആണ്, നമ്മൾ മറന്നു പോകും. എത്ര വലിയ സ്പീക്കേഴ്സ് ആണെങ്കിൽ പോലും സഫീല, ഫോർ യുവർ നോളേജ്, നമ്മൾ എത്ര വലിയ സ്പീക്കേഴ്സ് ആണ്, നമ്മൾ എത്ര വലിയ സ്റ്റേജ് ഹാൻഡിൽ ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്ന പല കാര്യങ്ങളും നമ്മൾ അവിടെ നിന്ന് മറന്നു പോകും. ബിക്കോസ് നമ്മളതൊരു ലൈവ് സെഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് നമുക്ക് ഒരു ക്യാമറ ഇല്ലാത്ത ടൈമിൽ നമ്മളൊരു ജസ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതവണ അത് കട്ട് ചെയ്തെടുക്കാം. നമ്മളൊരു പബ്ലിക് ഫ്രണ്ടിൽ പോയിട്ട് നമ്മളൊരു ഓഫ്ലൈൻ സെഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ എത്ര വലിയ പ്രിപ്പറേഷനിൽ പോയാൽ പോലും ചില സമയത്ത് നമ്മൾ വിട്ടുപോകും. അത് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അത് മനുഷ്യരാണ്. നമ്മൾ ആ രീതിയിൽ പറയാം. നമ്മൾ നമ്മളോടൊന്ന് കൈൻഡ് ആവുക. ഇവിടെ നമ്മൾ നമ്മളോട് കൈൻഡ് ആവുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതെല്ലാം ഞാൻ വരുന്ന ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ സഫീല? ക്ലിയർ ആണോ? താങ്ക് യു മാം. ക്ലിയർ ആയി. ഓക്കെ. ഓക്കെ. അപ്പൊ താങ്ക് യു ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ്. എനിവേസ്, ഐ റിയലി അപ്രീഷിയേറ്റ് യു സഫീല. ഈ ഒരു കാര്യം ഇങ്ങനെ വന്ന് പറയാൻ കാണിച്ചതിന് ഐ റിയലി അപ്രീഷിയേറ്റ് യു. അപ്പൊ ഇതൊരു വലിയൊരു താങ്ക് യു. എക്സാമ്പിൾ ആണ്. സഫീല ഇപ്പൊ ഇവിടെ പറഞ്ഞതൊരു വലിയൊരു എക്സാമ്പിൾ ആണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ അത് തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. ഇങ്ങനെ എത്ര വലിയൊരു ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള മിസ്റ്റേക്സിന് നിങ്ങൾ എത്രത്തോളം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നോ അത്രത്തോളം ട്രബിളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതെന്താണെന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനെയാണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഭാഷ, അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ഉള്ളിലുള്ളൊരു ഇന്റേണൽ ലാംഗ്വേജിനെയാണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സെൽഫ് ടോക്ക് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സെൽഫ് ടോക്കാണ്. പുറത്തുള്ള വോയിസിനേക്കാളും കൂടുതൽ നമ്മൾ കേൾക്കുന്നത്, നമ്മുടെ മൈൻഡ് കേൾക്കുന്നത് സെൽഫ് ടോക്കാണ്. ഈ ഒരു സെൽഫ് ടോക്കാണ് നിങ്ങളെ മുൻപോട്ട് ലീഡ് ചെയ്യുന്ന ഒരാള്. നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്, നിങ്ങളുടെ സെൽഫ് വർത്ത് ബിൽഡ് ചെയ്യുന്നതെല്ലാം ഈ സെൽഫ് ടോക്കിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലായിട്ടുണ്ട്, അല്ലെ? എത്ര പേര് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്? ഇതിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ട്. നമ്മൾ നമ്മളോട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ഡൗൺ ആയി പോവാണ്. നമ്മുടെ കോൺഫിഡൻസ് അവിടെ ഇല്ലാതാവുകയാണ്. ആക്ച്വലി ഇതാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നിങ്ങൾക്കൊരു ഡിസിഷൻ ലൈഫിൽ എടുക്കണം എന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ നിങ്ങളുടെ ഡ്രീംസിലേക്ക് ഓരോ ദിവസവും നിങ്ങൾക്ക് നിങ്ങളെ ഷോ ഓഫ് ചെയ്യണമെങ്കിലും, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് പുറം ലോകത്തോട് കാണിക്കണം എന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ സെൽഫ് ടോക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര പേർക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്? ഇതിങ്ങനെയാണ് ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനെയാണ് ഇന്നർ ക്രിട്ടിക് എന്ന് പറയുന്നത്. ഇന്നർ ക്രിട്ടിക് എന്ന് പറയുമ്പോൾ ക്രിറ്റിസിസം, നമ്മൾ പലരും നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട്. നമുക്കത് താങ്ങാൻ പറ്റില്ല, നമുക്കത് സഹിക്കാൻ പറ്റില്ല. ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ നമ്മൾ നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണെന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്? എപ്പോഴും നമ്മൾ പറയുന്ന ഒരു മെയിൻ ഡയലോഗാണ്, ഐ എം നോട്ട് ഗുഡ് ഇനഫ്. എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, എനിക്കൊരു എപ്പോഴും എന്തെങ്കിലും ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ്. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഡെയിലി. അതേപോലെ തന്നെ വൈ ആം ഐ ലൈക്ക് ദിസ്? ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്? നിങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണോ ഇത്? അതേപോലെ തന്നെ
എവരി വൺ ഇസ് ഡൂയിങ് ബെറ്റർ ദാൻ മീ. എല്ലാവരും എന്നേക്കാൾ നല്ല പോലെ ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ നമ്മൾ മറ്റുള്ളവരായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, നമ്മൾ കമ്പയർ ചെയ്യാണ് നമ്മൾ. അതായത് മറ്റുള്ളവര് എന്റെ കൊളീഗ്സ് നല്ലപോലെ ചെയ്യുന്നുണ്ട്, മറ്റുള്ള ട്രെയിനേഴ്സ് നല്ലപോലെ ചെയ്യുന്നുണ്ട്, മറ്റുള്ള ഹോം മേക്കേഴ്സ് അവർ എന്നെക്കാളും ആക്റ്റീവാണ്, അവർ വീട് എത്ര നല്ലപോലെ ക്ലീൻ ചെയ്യുന്നു. ഇതാണ് നമ്മൾ നോക്കുന്നത്. അവിടെ എല്ലാം നമ്മൾ നമ്മളെയാണ് കുറ്റപ്പെടുത്തുന്നത്. മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ഡെയിലി ഏറ്റവും കൂടുതൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്നുള്ളത്? ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ബ്ലോക്ക് ഉണ്ടാവുന്നത്. നിങ്ങളുടെ കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യം ഇതാണ്. നിങ്ങൾക്കൊരു പുതിയതായിട്ട് ഒരു ഡിസിഷൻ ലൈഫിൽ എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. നിങ്ങളുടെ വർത്ത്, നിങ്ങളുടെ മൂല്യം കുറഞ്ഞു പോകുന്നത് ഈ ഒരു ടോക്കിൽ നിന്നാണ്, ഈ ഒരു സെൽഫ് ടോക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ നമ്മളോട് കൈൻഡ് ആയിട്ട് സംസാരിക്കുന്ന ആ ഒരു കാര്യത്തിന്. ഇതിന്റെ ഒരു ഹിഡൻ വശം, ഇതുകൊണ്ട് ഉണ്ടാവുന്ന ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമോഷണൽ എക്സോഷൻ. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും, നമ്മൾ പോലും അറിയില്ല. ചിലപ്പോൾ നമ്മൾ നല്ല മൂഡിലായിരിക്കും രാവിലെ എഴുന്നേക്കുന്നത്, നമ്മൾ എന്തെങ്കിലും നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മൾ ഉള്ളിലിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടാവും മറ്റുള്ളവരായിട്ട്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ എനർജി ഡ്രെയിൻ ആയി പോകും. നമ്മൾ എത്ര നല്ല എനർജിയിൽ നിൽക്കാൻ നോക്കിയാലും പെട്ടെന്ന് നമ്മുടെ എനർജി ഡ്രെയിൻ ആയി പോകും. അതുപോലെ തന്നെ സെൽഫ് ഡൗട്ട്, നമുക്ക് ഡൗട്ട് അടിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് പറ്റുമോ, ഇത് ഞാൻ ചെയ്താൽ ശരിയാകുമോ, ഞാനിത് ചെയ്യണോ വേണ്ടയോ? ഇത് തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ നമ്മളോടൊരു ഡൗട്ട് അടിക്കുന്ന പോലത്തെ ഒരു കാര്യം നമുക്ക് വരും. നമ്മളെപ്പോഴും ടയേർഡ് ആണെന്നുള്ളൊരു ഫീല് വരും. ഈവൻ നമ്മൾ റെസ്റ്റ് എടുക്കുകയായിരിക്കും, നമ്മൾ ബെഡിൽ കിടക്കുകയായിരിക്കും, കിടക്കുന്ന ടൈമിൽ പോലും ടയേർഡ് ആണെന്നുള്ളൊരു ഫീല് വരും. കാരണം കംപ്ലീറ്റ് നമ്മൾ സെൽഫ് ടോക്കിലാണ്, ഇന്നർ ക്രിറ്റിസിസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ എനർജീനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. നമുക്ക് സെൽഫ് ഡൗട്ട് വരും, നമുക്ക് തന്നെ അറിയില്ല എന്താണ് മുൻപോട്ട് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ വരുന്നത് ഈ സെൽഫ് ടോക്കിൽ നിന്നാണ്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് നെഗറ്റീവായിട്ട് നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ട്രൂത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കൈൻഡ്നെസ് ഇസ് നോട്ട് എ വീക്ക്നെസ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ കൈൻഡ് ആവുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ വീക്ക് ആവുക എന്നുള്ളതല്ല. നമ്മൾ നമ്മളോട് എത്രത്തോളം കമ്പാഷനേറ്റ് ആവുന്നു, നമ്മളെ എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നു, അത്രത്തോളം നമ്മൾ ഇമോഷണലി റെസീലിയന്റ് ആയി മാറും. ഇമോഷണലി റെസീലിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യക്ഷമത എന്നൊക്കെ പറയില്ലേ, നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്ത് തിരിച്ചു കയറി വരാൻ പറ്റും ലൈഫിൽ. നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു, കമ്പാഷനേറ്റ് ആയിട്ട് സംസാരിക്കുന്നു, അതിൽ നിന്നാണ് നമുക്ക് ആ ഒരു റെസീലിയൻസ് കപ്പാസിറ്റി വരുന്നത്. ഇത് വേറെ ആരും കൊണ്ടുവന്ന് തരുന്നതല്ല, ഇത് നമ്മളായിട്ട് നമ്മൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ നിന്ന് തുടങ്ങും നിങ്ങളുടെ സക്സസ്. നിങ്ങളുടെ ഒരു സക്സസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സെൽഫ് ടോക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോസിറ്റീവായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം മാറും. നിങ്ങൾ ഒരു നെഗറ്റീവായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല, എന്നേക്കാളും ബെറ്റർ ആയിട്ട് മറ്റുള്ളവർ ചെയ്യുന്നു എന്ന് നിങ്ങൾ ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അതായി മാറി. പിന്നെ നിങ്ങൾക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എത്ര ട്രൈ ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു ലിമിറ്റിന് കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ബ്രേക്ക് ചെയ്യണം എന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഇത് ബ്രേക്ക് ചെയ്യണോ? നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യണം എന്നുള്ളവരെല്ലാം ഒരു തംസപ്പ് ഇട്ടേ. ഇത് ബ്രേക്ക് ചെയ്യണം, ഇത് ബ്രേക്ക് ചെയ്തേ പറ്റൂ. ഇത് ബ്രേക്ക് ചെയ്താലേ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഗ്രോത്തിലേക്കുള്ള ഏറ്റവും ഒരു ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയാം നമ്മൾ ഈ ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യുക, അത് എങ്ങനെ മാറ്റുക എന്നുള്ളത്. അതിൽ നിന്നാണ് നിങ്ങളുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങൾ പറയുന്ന ഓരോ വേർഡ്സിനും അത്രത്തോളം പവർ ഉണ്ട്. വേർഡ്സ് ആണ് നിങ്ങളുടെ വിശ്വാസങ്ങളായി മാറുന്നത്, പറയുന്ന കാര്യങ്ങളാണ് വിശ്വാസമായി മാറുന്നത്, അല്ലെ? ചിലർ നമ്മളോട് നെഗറ്റീവായിട്ട് ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കേട്ടില്ല എന്ന് വിചാരിക്കാം. സ്ഥിരമായിട്ട് ഒരാളെ കുറിച്ച് കുറ്റം കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കും. അയാൾ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണെന്ന് നമ്മൾ വിശ്വസിക്കും. അതാണ് വാക്കുകൾക്ക് അത്രയും പവർ ഉണ്ടെന്ന് പറയുന്നത്. എസ്പെഷ്യലി നെഗറ്റീവ് വേർഡ്സ് കുറച്ചും കൂടി വിശ്വസിക്കും, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിൽ നിങ്ങൾ വർക്ക് ചെയ്യാം. ഇതാണ് സെൽഫ് ടോക്ക്. നമ്മളോട് കൈൻഡായി സംസാരിച്ചില്ലെങ്കിൽ വരുന്ന ബുദ്ധിമുട്ട്. ഇവിടെ നമുക്കൊരു 3 പ്രാക്ടീസസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാന്നുള്ളത്. പ്രാക്ടീസ് നമ്പർ 1, ആദ്യമേ തന്നെ പ്രാക്ടീസ് നമ്പർ 1 അവയർനെസ് ആണ്. ആദ്യമേ നിങ്ങളൊന്ന് അവെയർ ആവുക എന്നുള്ളതാണ്.
നിങ്ങൾ എപ്പോഴും നിങ്ങൾക്കൊരു ചേഞ്ച് വേണം. നിങ്ങൾക്ക് ഈ ഒരു ഇതിലേക്ക് നിങ്ങൾക്കൊരു മൂവ്മെന്റ്, നിങ്ങൾക്ക് ഇതൊന്ന് ചേഞ്ച് ചെയ്യണം, എന്നെ തന്നെ എനിക്കൊന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ ഒന്ന് നോട്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് തോട്ട്സ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളൊന്ന് വാച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം, ഐ നോട്ടീസ് ദിസ് തോട്ട്. ഞാനിത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോട് തന്നെ പറയാം. വളരെ കൈൻഡ് ആയിട്ട് പറയാം കേട്ടോ. ഇതൊരു തെറ്റായ ഒരു തോട്ടാണ്, ഇത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ അതിനെ ജഡ്ജ് ചെയ്യാൻ പോവണ്ട, അതുമായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാനും പോവണ്ട. ജസ്റ്റ് നോട്ടീസ് ചെയ്യുക, മനസ്സിലാക്കിയാൽ മാത്രം മതി. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കേട്ടോ. രാവിലെ തുടങ്ങാം. നിങ്ങളിങ്ങനെ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിലൊക്കെ ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അപ്പൊ മനസ്സിലാക്കുക. ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്യാം. ഫൈറ്റ് ചെയ്യാനും പോവണ്ട, ജഡ്ജ് ചെയ്യാനും പോവണ്ട. ഓക്കെ. രണ്ടാമത്തെ പ്രാക്ടീസ് ആണ് ജെന്റിൽ റീഫ്രെയിമിങ്. നമ്മൾ അതിനൊന്ന് റീഫ്രെയിം ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ആദ്യം തോട്ടിനെ മനസ്സിലാക്കി, രണ്ടാമത് നമ്മളൊന്ന് റീഫ്രെയിം ചെയ്യാൻ വേണ്ടി പോവാണ്. റീഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ പറയാണ്, ഐ എം ഫെയിൽഡ്, ഞാൻ തോറ്റുപോയി, ഞാൻ തോറ്റ ഒരാളാണ്. എപ്പോഴും പറയും, ചിലർ പറയും എനിക്കിത് ചെയ്യാനേ പറ്റില്ല, പണ്ട് ഞാൻ ചെയ്തിട്ട് തോറ്റുപോയ ഒരാളാണ്, ഇതെനിക്ക് പറ്റുന്ന ഒരു കാര്യമേ ഇല്ല. ഇതാണ് നമ്മളെ കുറിച്ച് പറയുന്ന ഒരു ഡയലോഗ്, ഐ എം ഫെയിൽഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് റീഫ്രെയിം ചെയ്യുക, ആ സെന്റൻസ് ഒന്ന് മാറ്റുക. എങ്ങനെയാണ്? ഐ എം ലേണിംഗ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്തൊരു മിസ്റ്റേക്സ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നാലും, നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ ഫെയിൽ ആയാലും നിങ്ങൾ പറയാ, സാരമില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ മിസ്റ്റേക്സിൽ നിന്നാണല്ലോ പഠിക്കുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് കമ്പാഷനേറ്റ് ആയിട്ട്, വളരെ സ്നേഹത്തോടു കൂടി, കൈൻഡ് ആയിട്ട് നിങ്ങളൊന്ന് ടേക്ക് കെയർ ചെയ്യാം. അതേപോലെ ഐ ആം വീക്ക്, ഞാൻ വളരെ വീക്കാണ്, ഞാൻ ഭയങ്കര ടയേർഡാണ്. ഇതെപ്പോഴും ലേഡീസ് എസ്പെഷ്യലി പറയുന്ന ഒരു ഡയലോഗ്സ് ആണ്, ഞാൻ ഭയങ്കര ടയേർഡാണ്, വീക്കാണെന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ പറയാൻ പറ്റുന്നത്, ഓഫ് കോഴ്സ് ഞാൻ വീക്കാണ്, പക്ഷെ ഞാനൊരു മനുഷ്യനാണ്, ഐ എം എ ഹ്യൂമൻ, ഞാനൊരു മനുഷ്യനാണ്. മനുഷ്യരായാലും ടയേർഡ് ആകും, വർക്ക് ചെയ്താൽ ടയേർഡ് ആവും. ആ രീതിയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് റീഫ്രെയിം ചെയ്യുക. ഇതേപോലെ ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് തുടങ്ങുക. ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ആദ്യം നോട്ടീസ് ചെയ്യുക, അവെയർ ആവുക ആദ്യം, അത് കഴിഞ്ഞ് റീഫ്രെയിം ചെയ്യുക, സെന്റൻസ് ഒന്ന് റീഫ്രെയിം ചെയ്യുക. അപ്പൊ അതിനത്രത്തോളം പവർഫുൾ ആയി മാറും. നിങ്ങൾ രണ്ടാമത് പറയുന്ന റീഫ്രെയിം ചെയ്യുന്ന സെന്റൻസ് നിങ്ങളെ വളരെ പവർഫുൾ ആക്കി മാറ്റും. ഓക്കെ. ആൻഡ് മൂന്നാമത്തേതായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു പോസ് എടുക്കുക. നിങ്ങൾ ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു പോസ് എടുക്കുക. നിങ്ങൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് എല്ലാവരും കയ്യിലുള്ള പെന്നും കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ വെക്കാം. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കൈ ഒന്ന് എടുത്തിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വെക്കുക, ഹാർട്ടിൽ വെക്കാം. കൈ ഒന്ന് എടുത്ത് ഇങ്ങനെ വെക്കാം. ജസ്റ്റ് ഒന്ന് എഗെയിൻ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടാം. എന്നിട്ടൊന്ന് പറയാം, ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാം, ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ഇതായിട്ട് പറയാ. ഈ ഒരു വേർഡ് നിങ്ങൾ എഗെയിൻ പറയാം, ഐ എം സേഫ്, ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. ഐ എം ഡൂയിങ് ദ ബെസ്റ്റ് ഐ ക്യാൻ ഡു റൈറ്റ് നൗ. എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മളൊന്നൊരു സ്നേഹിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുകയാണ് ഇവിടെ. അപ്പൊ അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യാണ്. നമ്മളെല്ലാവരോടും നമ്മൾ സ്നേഹം കാണിക്കും അല്ലേ? നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയാണോ നമ്മളോട് സംസാരിക്കുന്നത്? നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ചെയ്താൽ അവരോട് പറയുന്നതിനേക്കാളും ഹാർഷായിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു ആദ്യം ഒന്ന് നോട്ടീസ് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രെയിം ചെയ്യുക, ഒന്ന് കൈ നെഞ്ചിൽ വെച്ചിട്ടും കൂടി ഒന്ന് പറയാണ്, ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആണ് ഞാനിവിടെ ചെയ്യുകയാണെന്ന് പറയുകയാണെങ്കിൽ അതിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും ഈ ഒരു പ്രാക്ടീസിലൂടെ. ഇത് ചുമ്മാ പറയുന്ന ഒരു കാര്യമല്ല, ഇതൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങളുമായിട്ടൊരു കണക്ഷൻ കിട്ടുന്നത്. നിങ്ങൾ എത്രത്തോളം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അതിലൂടെ എത്രത്തോളം നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയി പോകുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾ ടയേർഡ് ആകുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾ ഇമോഷണലി ബേസ്റ്റ് ഔട്ട് ആയി പോകുന്നുണ്ടെന്നുള്ളത് ഈ ഒരു കാര്യം, ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇത്രയും ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടോ, ഇത്രയും ഞാൻ നെഗറ്റീവായിട്ട് എന്നോട് സംസാരിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആണോ നിങ്ങൾ ഇതുപോലെയാണോ സംസാരിക്കുന്നത്? കുറ്റപ്പെടുത്താറുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ?
അപ്പോ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഇനി നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് സെൽഫ് കമ്പാഷൻ. ഇപ്പൊ പറഞ്ഞു അതെങ്ങനെ പോസ് എടുക്കുക എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ആദ്യമേ തന്നെ നമ്മളൊന്ന് നോട്ടീസ് ചെയ്യുക, രണ്ടാമതൊന്ന് റീഫ്രെയിം ചെയ്യുക, മൂന്നാമത് നമ്മൾ കമ്പാഷനേറ്റ് ആയിട്ട് നമ്മളോടൊന്ന് പറയുക, ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിത് എന്റെ ഏറ്റവും ബെസ്റ്റ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ലെവലിൽ നമ്മൾ സംസാരിക്കാം. ഓക്കെ, ഇതാണ് ഈ ഒരു 3 പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളോട് തന്നെ സെൽഫ് ടോക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. ആൻഡ് ഈ ഒരു സെൽഫ് കൈൻഡ്നെസ്, നമ്മളോട് തന്നെ കൈൻഡ് ആയിട്ട് പെരുമാറുന്നത്, ദാറ്റ് ഇസ് എ സ്കിൽ. സെൽഫ് കൈൻഡ്നെസ് ഇസ് എ സ്കിൽ. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതൊരു കഴിവാണ്, അതിനൊരു കഴിവ് വേണം, അത് ആക്ച്വലി ഒരു സ്കില്ലാണ്, എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല അവനവനോട് കൈൻഡ് ആയിട്ട് പെരുമാറാൻ. നമുക്ക് മറ്റുള്ളവരോട് ചിലപ്പോൾ കൈൻഡായി പെരുമാറാം. ചിലപ്പോൾ നമ്മൾ ഇമേജ് കോൺഷ്യസ് ആയിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്ന് ഓർത്തിട്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ മറ്റുള്ളവരോട് കൈൻഡ് ആയിട്ട് പെരുമാറാറുണ്ട്. അവനവനോടാണ് നമ്മുടെ ഏറ്റവും വേഴ്സ്റ്റ് പാർട്ട് നമ്മൾ കാണിക്കുന്നത്. നമ്മളെ ഏറ്റവും കുറ്റപ്പെടുത്തുന്നത് നമ്മളോട് തന്നെയാണ്. അപ്പോൾ ഈ സെൽഫ് കൈൻഡ്നെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്കിൽ. അതൊരു എന്താ പറയുക, ഒരു കഴിവാണ്. അത് ആക്ച്വലി അതൊരു ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു കഴിവല്ല. പക്ഷെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. മനസ്സിലാവുന്നുണ്ട്? ഇത് നമുക്ക് ലേൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. എങ്ങനെ? ത്രൂ പ്രാക്ടീസിലൂടെ, പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ത്രൂ പേഷ്യൻസ്, നമുക്ക് പേഷ്യൻസോടുകൂടി, നമുക്ക് വളരെ ക്ഷമയോടുകൂടി നമുക്ക് ഇത് പതിയെ പതിയെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ ഒരു സ്കില്ല് അച്ചീവ് ചെയ്ത് നമ്മൾ ഇതെടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മളെ തന്നെ ഒന്ന് ഇമോഷണലി നമ്മളെ തന്നെ ഏറ്റവും ടേക്ക് കെയർ ചെയ്ത് നമ്മൾ ഏറ്റവും നല്ല വേർഡ്സ് നമ്മളോട് പറഞ്ഞ് ഏറ്റവും നല്ല രീതിയിലാവുകയാണെങ്കിലും നമ്മളുടെ ഏറ്റവും വലിയ മോട്ടിവേറ്ററും നമ്മളുടെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസറും ഇതെല്ലാം നമ്മൾ തന്നെയായി മാറും. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് പുറത്തുനിന്നുള്ളൊരു മോട്ടിവേഷന്റെ ആവശ്യം വരുന്നില്ല. ഇവിടെയാണ് നമ്മളുടെ ആ ഒരു ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ, ബിക്കോസ് നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര വലിയ ബുദ്ധിമുട്ട്, എത്ര വലിയ ഹാർഡ്ഷിപ്സ് ഒക്കെ താണ്ടി നിങ്ങൾ ഇവിടം വരെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്, വേറൊരാളും ആയിരിക്കില്ല. നിങ്ങൾ എക്സാം എഴുതി പ്രിപ്പയർ ചെയ്ത് എക്സാം മാർക്സ് വാങ്ങി, നിങ്ങൾ ജോലിയിൽ ബുദ്ധിമുട്ടി വർക്ക് ചെയ്തു, നിങ്ങൾ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടി നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരാളെയാണ് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുന്നത്. ഇതുപോലുള്ള ക്രിട്ടിസൈസ് ചെയ്ത്, ഇതുപോലുള്ള വേർഡ്സ് പറഞ്ഞു, ഇതുപോലെ കൈൻഡ് ആവാതെ, ഇതുപോലെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആളെയാണ് ഇഗ്നോർ ചെയ്ത് കളയുന്നത്. അപ്പൊ ആ ആളെയല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ കൂടെ പിടിക്കേണ്ടത്, നമ്മൾ ഏറ്റവും സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുക. പ്രാക്ടീസിലൂടെ വിത്ത് പേഷ്യൻസ്, ക്ഷമയോടുകൂടി പതിയെ പതിയെ പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. വേറെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് തുടങ്ങാവുന്നതേ ഉള്ളൂ. ഡെയിലി നമ്മൾ നോട്ടീസ് ചെയ്യുക. ഏതെങ്കിലും തരത്തിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊന്ന് റീഫ്രെയിം ചെയ്ത് പറയാം, നിനക്ക് പറ്റും, ഇറ്റ്സ് ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. ഒന്ന് ഉറങ്ങിപ്പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്, അയ്യോ ലേറ്റ് ആയല്ലോ, കുറച്ച് നേരത്തെ എഴുന്നേറ്റെങ്കിൽ അത് ചെയ്യായിരുന്നു, എപ്പോഴും ഇത് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടായിരിക്കും മേ ബി നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്, കുറച്ചു നേരം ഉറങ്ങിപ്പോയതിലും. അവിടെ നമുക്ക് പറയാം, ഇറ്റ്സ് ഓക്കെ, ഫൈൻ, ക്ഷീണം കൊണ്ടല്ലേ ഉറങ്ങിയത്, കുഴപ്പമില്ല, നാളെ കുറച്ച് നേരത്തെ എഴുന്നേക്കാം. അങ്ങനെ നമുക്കൊന്ന് റീഫ്രെയിം ചെയ്ത് നോക്കി, നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങളുടെ മൂഡ് അവിടെ മാറും. മറ്റേ രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ആ ഒരു ലോ എനർജിയിലായിരിക്കും നിങ്ങൾ ത്രൂ ഔട്ട് ദ ഡേ നിൽക്കുന്നത്. ബിക്കോസ് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു എക്സാം നല്ല രീതിയിൽ പഠിച്ചു, പക്ഷെ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് അവിടെ എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, അവിടെ അത് കുറ്റപ്പെടുത്തിയിരിക്കാതെ ഇറ്റ്സ് ഓക്കെ, ഫൈൻ, നെക്സ്റ്റ് ടൈം ഞാൻ നല്ല രീതിയിൽ നോക്കാം. ഇപ്പൊ സഫീല പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷനിൽ ഒരാളുടെ പേര് പറയാൻ മറന്നുപോയി, പക്ഷെ അതൊരു വേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ഇതിലും വലിയൊരു വേദിയിൽ, ഇതിലും വലിയൊരു സ്റ്റേജിൽ ഞാനത് പറഞ്ഞിരിക്കും. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെയാണ് നമ്മൾ ആവേണ്ടത്. അടുത്തൊരിതിനു വേണ്ടി നമ്മൾ ആ അങ്ങനത്തെ പോസിറ്റീവ് വേർഡ്സ് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ വിശ്വാസമായി മാറി നമ്മൾ പിന്നെ എടുക്കുന്ന ആക്ഷൻസ് അതിലേക്ക് വേണ്ടിയായിരിക്കും. നേരെ മറിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എനർജി കുറഞ്ഞു, നമ്മൾ അങ്ങനത്തെ ആ രീതിയിൽ വിശ്വസിക്കും, ആ രീതിയിലായിരിക്കും നമ്മൾ ആക്ഷൻ എടുക്കുന്നത്. ഡിഫറൻസ് മനസ്സിലായോ നിങ്ങൾക്ക് ഈ പറഞ്ഞതിന്റെ? അപ്പൊ അത്രത്തോളം പവർഫുൾ ആണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. അത്രത്തോളം പോസിറ്റീവായിട്ട്, എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളോട് പോസിറ്റീവായിട്ടും എത്രത്തോളം കൈൻഡ് ആയിട്ടും എത്രത്തോളം എംപത്തറ്റിക് ആയിട്ടും സംസാരിക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ ഞാൻ ഞാൻ 2-3 ക്വസ്റ്റ്യൻ പറയാം, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അതിനുള്ളൊരു ഉത്തരം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ, കണ്ടുപിടിക്കാം.
ഹൗ ഡു ഐ ടോക്ക് ടു മൈസെൽഫ്? ഞാൻ എന്നോട് എങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളോട് ഇപ്പൊ തന്നെ ഒന്ന് ചോദിക്കാം. ഞാൻ എങ്ങനെയാണ് ഇപ്പൊ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ചിലപ്പോ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ ഇതിന്റെ ഒരു മിക്സ് ആയിട്ട് സംസാരിക്കുന്നവരുണ്ടാവും. ഇനി ഞാൻ ഈ തുടങ്ങാമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അതിനുള്ളൊരു ഉത്തരം നിങ്ങൾ എഴുതി വെക്കാം നിങ്ങളുടെ ബുക്കിൽ. അതേപോലെ തന്നെ എനിക്കിപ്പോ എന്താണ് വേണ്ടത്, ശരിക്കും എനിക്കിപ്പോ എന്താണ് വേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊന്നും നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവില്ല. വളരെ സ്നേഹത്തോടെ നിനക്കിപ്പോ എന്താണ് വേണ്ടത്? റെസ്റ്റ് ആണോ വേണ്ടത്? എന്താ നിനക്ക് വേണ്ടത്? ഇപ്പൊ ഫുഡാണോ വേണ്ടത്? നമുക്ക് അങ്ങനെ ഉള്ള നല്ല കാര്യങ്ങൾ വളരെ കൈൻഡ് ആയിട്ട് ചോദിക്കാം. ഇതൊന്നും ആരും നമ്മളോട് ചോദിക്കില്ല, നമ്മൾ തന്നെ വേണം നമ്മളോട് ചോദിക്കാൻ വേണ്ടി. കുട്ടികളാണെങ്കിൽ പാരന്റ്സ് ചോദിക്കും. ഒരു ഒരു ഏജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ വക ചോദ്യങ്ങളൊന്നും ആരും ചോദിക്കില്ല. അപ്പൊ നമ്മൾ തന്നെ നമ്മളോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ വേർത്ത് ഒക്കെ ഒന്ന് കൂടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എനർജി ഒന്ന് റേസ് ആകും. അതേപോലെ തന്നെ വാട്ട് കൈൻഡ് സെന്റൻസ് ക്യാൻ ഐ സേ ടുഡേ? ഇന്ന് എനിക്ക് എന്തൊരു കൈൻഡ് സെന്റൻസ് എനിക്ക് എന്നോട് പറയാൻ പറ്റും? അത് നിങ്ങളൊന്ന് എഴുതി വെക്കാം. എനിക്ക് എന്നോട് വളരെ കൈൻഡ് ആയിട്ട് എന്ത് വാക്ക് എനിക്കിന്ന് പറയാൻ പറ്റും? അതൊന്ന് നിങ്ങൾ ഒന്ന് എഴുതി വെക്കാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. ഇതിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പൊ തന്നെ എഴുതാം, അല്ലെങ്കിൽ സെഷന് ശേഷം നിങ്ങൾ എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജസ്റ്റ് ഒരു അഫർമേഷൻ ഞാൻ പറയാം, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ടോക്കിലേക്ക് നിങ്ങൾ ഒരു പുതിയൊരു സെൽഫ് ടോക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി പറയാൻ പറ്റുന്ന ഒരു അഫർമേഷൻ ആണ്. ഐ ചൂസ് ടു സ്പീക്ക് ടു മൈസെൽഫ് വിത്ത് കൈൻഡ്നെസ്. ഞാൻ എന്നോട് തന്നെ കൈൻഡ് ആയിട്ട് സംസാരിക്കാനാണ് ഞാൻ ഇനി ശ്രമിക്കുന്നത്. ഐ ചൂസ് ടു സ്പീക്ക് ടു മൈസെൽഫ് വിത്ത് കൈൻഡ്നെസ്. വേണമെങ്കിൽ ഞാനിത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ എന്താണെന്നുള്ളത്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാം, ഐ എം അലൗഡ് ടു ബി ജെന്റിൽ വിത്ത് മൈസെൽഫ്. ഐ എം അലൗഡ് ടു ബി ജെന്റിൽ വിത്ത് മൈസെൽഫ്. ഈ ഒരു സെന്റൻസും കൂടി നിങ്ങൾക്ക് നിങ്ങളോട് പറയാം. പറയുന്ന വാക്കുകൾക്ക് അത്രത്തോളം പവർ ഉണ്ട്. നിങ്ങളോട് പോസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. നിങ്ങളോട് നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് ഡെയിലി പറയാം. ഇപ്പൊ ഞാനിവിടെ ഒരു പ്രാക്ടീസ് തന്നു, ഒരു 3 സ്റ്റെപ്പിന്റെ പ്രാക്ടീസ് തന്നു, അതേപോലെ തന്നെ ഡെയിലി പറയാനുള്ള ഒരു അഫർമേഷൻ തന്നു. സിമ്പിൾ ടോപ്പിക് ആണ്, ബട്ട് ഇത് അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം. ഇങ്ങനെ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുന്നതിൽ സെൽഫ് ലവ് എന്ന് പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ടാവും. സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊന്ന് ഒരുങ്ങി നടക്കുക, അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ കറേജ്, നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യം, ഒരു ഡിസിഷൻ എടുക്കണം, നമുക്ക് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യണം. ഡെയിലി ലൈഫിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഷോപ്പ് ചെയ്യണം. അതിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യം സെൽഫ് ടോക്ക് എന്നുള്ളത്. നിങ്ങൾ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ സെൽഫ് വർത്ത് ബിൽഡ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് വർത്ത് കൂടിയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. യെസ്, എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് വരും. അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ടോപ്പിക്കിന്. അതാണ് ഞാൻ വീണ്ടും റിപ്പീറ്റഡ്ലി പറയുന്നത്. യെസ്, പറയൂ. ആരായാലും സഫീല പറയൂ. അപ്പൊ ഇപ്പൊ പറഞ്ഞത് മാം, ഐ ചൂസ് ടു മൈസെൽഫ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, എനിക്ക് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഒറ്റ സെക്കൻഡ്. ഐ ചോസ് ടു സ്പീക്ക് ടു മൈസെൽഫ് വിത്ത് കൈൻഡ്നെസ്. ഞാനിപ്പോ തന്നെ ഇത് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ എന്താണെന്നുള്ളത് അഫർമേഷൻ. ഐ ആം അലൗഡ് ടു ബി ജെന്റിൽ വിത്ത് മൈസെൽഫ്. ഞാൻ എന്നോട് തന്നെ വളരെ ജെന്റിൽ ആയിരിക്കും എന്നുള്ളത്. ഒരു മിനിറ്റ് മാം. ക്ലിയർ ആയോ? ഐ അലൗഡ് ടു ബി ഐ ആം അലൗഡ് ടു ബി ജെന്റിൽ വിത്ത് മൈസെൽഫ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് സൈലന്റ് ആയിട്ട് എപ്പോഴും ഇരുന്ന് പറയാം. മലയാളത്തിൽ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് തന്നെ ഏറ്റവും കൈൻഡ് ആയിട്ട് പെരുമാറും. ഞാൻ എന്നോടാണ് ഏറ്റവും കൈൻഡ് ആയിട്ട് പെരുമാറുന്നത്, അങ്ങനെ പറയാം നിങ്ങൾക്ക്. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും നല്ല രീതിയിൽ എന്നോട് സംസാരിക്കും. അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അത് തന്നെ പറയാം. എന്തൊരു ചെറിയ കാര്യം വന്നോട്ടെ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്താതെ നോക്കുക. അതൊരു ഹോബിയായി മാറിയവരുണ്ടാവും, അതൊരു പാറ്റേൺ ആയി മാറിയവരുണ്ടാവും. നമ്മൾ പോലും അറിയുന്നില്ല നമ്മൾ എത്രത്തോളം നമ്മൾ അങ്ങനെ പറയുന്നുണ്ടെന്ന്. നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ ഈ സെഷന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എത്ര തവണ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടെന്നുള്ളത്. പെട്ടെന്ന് ചിലപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ വിട്ടുപോയതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് മടി പിടിച്ചിരി. ഇപ്പൊ എല്ലാവരും എന്നോട് പറയുന്ന, എൻ്റെ അടുത്ത് വരുന്ന മെജോറിറ്റി ലേഡീസ് ക്ലയൻസ് ആണ് കൂടുതൽ ഈ കാര്യം പറയുന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മടിയാണ്, കുറെ കാര്യങ്ങൾ ഞാൻ മാറ്റി മാറ്റി വെക്കുന്നു എന്നുള്ളത്. ഇതൊക്കെ ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇത് നമ്മളുടെ എനർജി കളഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ചെയ്യാൻ മടി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റി വെക്കുന്നു. വീട്ടിൽ കുക്ക് ചെയ്യാൻ തന്നെ ഒരു താല്പര്യമില്ല,
കുക്ക് ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് മാത്രം നമ്മൾ കുക്ക് ചെയ്യുന്നു. ഇതിനൊക്കെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ എനർജി ഡ്രെയിൻ ആയി പോകുന്നുണ്ട് പല പല കാരണങ്ങളാൽ. അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാരണമാണ് ഈ ഒരു സെൽഫ് ടോക്ക് എന്നുള്ളത്. അത് എത്രത്തോളം മാക്സിമം നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുമോ, എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളോട് കൈൻഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ, അത്രയും സൂപ്പർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. വിത്തിൻ എ വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ എനർജിയൊക്കെ ഒന്ന് അപ്പായതുപോലെയും നിങ്ങളുടെ കുറെ മടി നിങ്ങൾക്ക് മാറിയതുപോലെയൊക്കെ ഫീൽ ചെയ്യും. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്ത് സംസാരിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഡെയിലി നിങ്ങൾ ഒരു ക്വാളിറ്റി കണ്ടുപിടിക്കാം. ഡെയിലി നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യം നിങ്ങളൊന്ന് ഡെയിലി അപ്രിഷിയേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ആ കൈൻഡ്നെസ്, ഒരു എംപത്തറ്റിക് ആയിട്ട് നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത്. എപ്പോഴും പോട്ടെ, ഇറ്റ്സ് ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല, കുറച്ചു നേരം ഉറങ്ങിക്കോ, സാരമില്ല, അത് അങ്ങനെ 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 വിട്ട് വിട്ട് കളയുക. അങ്ങനെ അങ്ങനെ അതിൽ തന്നെ പിടിച്ചു നിൽക്കരുത്. എപ്പോഴും നിങ്ങൾ സംസാരിക്കേണ്ടത് നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ച്, നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ ആകേണ്ടത്, നിങ്ങളുടെ ഗോൾസിനെ കുറിച്ച്, ഇതൊക്കെ തന്നെ നിങ്ങൾ ആലോചിക്കുക. ഫ്യൂച്ചറിൽ നിങ്ങൾ എങ്ങനെ ആകണം, എങ്ങനെയാണ് ഞാൻ ആവേണ്ടത്, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇന്ന് എനിക്ക് എന്തൊക്കെ പഠിക്കാം, ആ ലെവലിൽ നിങ്ങൾ കുറച്ച് ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. ഈ കഴിഞ്ഞ കാര്യങ്ങൾ, ഉറങ്ങിപ്പോയതിൽ, അല്ലെങ്കിൽ തെറ്റ് പറ്റിയതിൽ, അല്ലെങ്കിൽ അന്ന് അവരോട് അങ്ങനെ സംസാരിച്ചതിൽ, അതൊക്കെ ആലോചിച്ച് അത് തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ അതെല്ലാം അവിടെ വിട. ഇറ്റ്സ് ഓക്കെ, കഴിഞ്ഞു. എല്ലാവരും റെഡിയാണോ? ഇറ്റ്സ് ഓക്കെ, കഴിഞ്ഞു, പോയിക്കോട്ടെ, വിട്ടേരെന്ന് പറയാൻ എല്ലാവരും റെഡിയാണോ? റെഡിയാണോ? റെഡിയല്ലേ? ആരും റെഡിയാണ്? എല്ലാവരും തംസപ്പ് ഇടുന്നുണ്ട്. അതേപോലെ അങ്ങോട്ട് വിട്ടുകളയാം. കുറച്ച് ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആയിട്ട് സംസാരിക്കാം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴും നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ച് സംസാരിക്കാം, നിങ്ങളുടെ ഗോൾസിനെ കുറിച്ച് സംസാരിക്കാം. ഇതൊന്നും നമുക്ക് ഒരുപാട് സമയം എടുക്കുന്ന കാര്യമല്ല. നമുക്ക് നമ്മളിൽ തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ചെറിയ ചെറിയ ആക്ഷൻസ് ലൈഫിൽ വലിയ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഒരിക്കലും എനിക്ക് നാളെ തന്നെ അതാവണം ഇതാവണം എന്നൊന്നും ചിന്തിക്കേണ്ട. സ്റ്റാർട്ട് സ്മോൾ, ചെറിയ ചെറിയ രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇതാണ് അഫർമേഷൻ എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴും നിങ്ങളെ തന്നെ പ്രൂവ് ചെയ്യണം, എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതാവണം ഇതാവണം, ഒരു സ്ട്രെസ് നിങ്ങൾക്ക് കൊടുക്കാതെ നിങ്ങളിപ്പോൾ ഉള്ളത് എങ്ങനെയാണോ അതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരാളെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. ആ ആളെ നിങ്ങൾ എപ്പോഴും പ്രശംസിക്കുക. ആ ആളോട് നിങ്ങൾ എപ്പോഴും കൈൻഡ് ആയിട്ട് ഇരിക്കുക. കാരണം നിങ്ങളെ ഇതുവരെ ആക്കിയത് അതിൽ നിങ്ങൾക്ക് തന്നെ ഏറ്റവും വലിയൊരു പങ്കുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ളവരുടെ സപ്പോർട്ടിനേക്കാളും നിങ്ങൾ അവിടെ എടുത്തിരിക്കുന്ന എഫേർട്ട്, നിങ്ങൾ ഗോ ത്രൂ ചെയ്ത സ്ട്രഗിൾസ്, നിങ്ങൾ ഫേസ് ചെയ്ത പ്രയാസങ്ങൾ, അത് നിങ്ങളാണ് അത് അനുഭവിച്ചത്, നിങ്ങളാണ് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള. ആ ഒരാളെ നിങ്ങൾ ചേർത്ത് പിടിക്കുക. നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളോടൊരു ഹെൽപ്പ് ചെയ്താലും, മറ്റുള്ളവർ നിങ്ങളോട് എന്തെങ്കിലും ചെയ്തതിന് ആ ഒരാളെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ താങ്ക്സ് പറയും, എത്രത്തോളം നിങ്ങൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്യും, എത്രത്തോളം നിങ്ങൾ അവരോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളോട് ചെയ്യുക. കാരണം നിങ്ങളെ ഇവിടം വരെ എത്തിച്ചത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് ടഫ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്ട്രഗിൾസിലൂടെ ഗോ ത്രൂ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഉണ്ടായിരുന്ന ഒരാളാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരാൾ. ആ ആളോട് വളരെയധികം പോസിറ്റീവായിട്ട് സംസാരിക്കുക. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം ഇതാണ്. അപ്പൊ ഇത് അത്രയും പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഡെയിലി നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ എല്ലാവരും ഇവിടെ കണക്ട് ചെയ്തതിന് ഞാൻ അഗെയിൻ നിങ്ങളോടൊരു താങ്ക്സ് പറയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്, ഇതുപോലുള്ള എന്തെങ്കിലും ഡൗട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാം. ഞാൻ അവൈലബിൾ ആയിരിക്കും. എന്റെ നമ്പർ നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ടല്ലോ, അപ്പൊ എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സെഷൻസിലെല്ലാം വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? മാം ശബ്ന പറയും. സെൽഫ് കമ്പാഷൻ ഒന്ന് ബ്രീഫ് ചെയ്യാമോ? സെൽഫ് കൈൻഡ്നസ് എനിക്ക് മനസ്സിലായി, കമ്പാഷൻ ഒന്ന്. കമ്പാഷനേറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മളോട് തന്നെ ഒന്ന് ഒരു ഇത് തന്നെ നമ്മൾ അത്രത്തോളം നമ്മൾ വളരെ കൈൻഡ് ആയിട്ട്, എംപത്തറ്റിക് ആയിട്ട്, സ്നേഹത്തോടു കൂടി ഇതാകുക എന്ന് പറയില്ലേ, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുക. വാക്കുകൾ കൊണ്ട്, നമ്മുടെ ആക്ടിവിറ്റീസ് കൊണ്ടൊക്കെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വാല്യൂ ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക, നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റുക, സ്നേഹിക്കുക. സംസാരത്തിലൂടെയും വാക്കുകളിലൂടെയും എല്ലാ രീതിയിലും നമ്മൾ നമ്മളോടൊന്ന് കമ്പാഷനേറ്റ് ആകുക എന്നാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ ശബ്ന? ആ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുക. പോട്ടെ, ഇറ്റ്സ് ഓക്കെ, കഴിഞ്ഞു. ഇനി നിന്നെ ഞാൻ എന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരാളാക്കി മാറ്റും. നമ്മൾ പുറത്തുള്ള ഒരാളോട് വളരെയധികം സ്നേഹം, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട്, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനോട്, നമ്മുടെ കുട്ടികളോട് ആ കാണിക്കുന്ന ആ ഒരു സ്നേഹമുണ്ടല്ലോ,
അത് നമ്മൾ നമ്മളോടും കൂടി ഒന്ന് കാണിക്കുക. നമ്മളെ ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് ഈ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നടക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ എത്രത്തോളം നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ഹാപ്പി അല്ലാതെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് അവരെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മറ്റുള്ളവരെ നോക്കാൻ പറ്റുള്ളൂ. ഇതൊരു വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അത്രയും ബെസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയാൽ, അത്രയും ബെസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് അവരെ മറ്റുള്ളവരെ റിയൽ ആയിട്ട് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ സ്ട്രെസ്സും ആൻസൈറ്റിയും ടെൻഷനൊക്കെ ആയിരിക്കും നമ്മുടെ ഉള്ളില്. ക്ലിയർ ആയില്ലേ? Yeah, ma'am. ക്ലിയർ ആയി. ഈ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങളൊന്ന് മാറ്റി നോക്കും. നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതൊന്ന് നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്റ്റാർട്ട് സ്മോൾ, പതിയെ പതിയെ തുടങ്ങി ഈ രീതിയിൽ നിങ്ങളൊന്ന് ആക്ഷൻ എടുത്തു നോക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സെഷൻ? എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ഹലോ മാം, പറയൂ. ഞാൻ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. പറയൂ സഫീല, നോ പ്രോബ്ലം, പറഞ്ഞു. ഓക്കെ, ഈ സെക്ഷൻ എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നു. കാരണം ഫസ്റ്റ് തന്നെ മാഡത്തിന്റെ നമ്മളെ കുറിച്ചൊന്ന് ഒരു അവയർനെസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് ഒരു തുച്ഛമായ സമയം ഏതാണ്ട് ഒരു മണിക്കൂറോളം ടൈം പക്ഷേ ഉണ്ടെങ്കിലും അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്താ പറയണ്ടേ, നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ സെൽഫായിട്ട് എന്തൊക്കെ ചിന്തിക്കാം, എന്തൊക്കെ ഇഗ്നോർ ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമ്മളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും, നമുക്ക് എന്താണ് നമ്മളെന്ന് നമുക്ക് സ്വന്തമായിട്ട് വിലയിരുത്താൻ ഈ ഒരു മണിക്കൂർ തന്ന ക്ലാസ്സിൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതില് ഏറ്റവും ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് എന്ന് പറയാൻ നമ്മൾ എന്താണ് നമ്മൾ തന്നെ വിലയിരുത്തുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അതാണ് ഇതിൽ നിന്നും നമ്മൾ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. പക്ഷെ ആ നെഗറ്റീവിനെ മാക്സിമം നമ്മൾ പുറന്തള്ളുക, പോസിറ്റീവ് ഇംപ്രൂവ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇതാണ് ഒരു വ്യക്തിയുടെ ലൈഫിൽ കൊണ്ട് നടക്കേണ്ട ഏറ്റവും വലിയൊരു ക്യാപ്ഷൻ അതാണെന്ന് പറയാം. നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുക, പോസിറ്റീവിനെ കൂടുതൽ നമ്മളതൊന്ന് അപ്ഗ്രേഡ് ചെയ്തെടുക്കുക. എന്താണോ ആ ഒരു നമുക്കുള്ളത് അതിലേക്ക് നമുക്കൊന്ന് കുറച്ചുകൂടി ഒന്ന് പൊക്കിക്കൊണ്ട് വരാന്നുള്ളതാണ്. വെരി ഗുഡ്, വെരി ഗുഡ് സഫീല. താങ്ക് യു ഫോർ ഷെയറിങ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയണത്, എല്ലാ തേഴ്സ്ഡേയ്സ് ആണ് ഞാൻ സെഷൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ തലേ ദിവസം നിങ്ങൾക്ക് മെസ്സേജ് വരും എന്താണ് ടോപ്പിക് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ എല്ലാവരും കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. വാവ് വർക്ക്ഷോപ്പ് ഉള്ളവർക്ക് നൈറ്റ് 7 മണിക്ക് സെഷൻ ഉണ്ട് നമ്മുടെ, അതിൽ കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യാം കേട്ടോ, ബാക്കിയുള്ളവരെല്ലാവരും. അപ്പൊ ഇതാണ് പറയാനുള്ളത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയൂ സാർ. അനിൽകുമാർ സാർ ഉണ്ട് അല്ലെ, പറഞ്ഞോളൂ സാർ. ഇത് കാര്യം വേറെ ചില ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് മാം എന്നോട് സൂചിപ്പിച്ചത്. അത് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. കാരണം എനിക്കത് ഇങ്ങനെ ഞാനിങ്ങനെ എന്നോട് തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഇത് നമ്മൾ മറ്റോട് പറയുമ്പോഴും നമ്മളെ ഒന്നും കൂടെ ശ്രദ്ധിക്കാനും കൂടെ പറ്റും. നമ്മളിങ്ങനെ ഈ നെഗറ്റീവുകൾ നമ്മളോട് പറയുന്നുണ്ടോ, നമ്മളോട് കൈൻഡ് ആകുന്നുണ്ടോ, മറ്റുള്ളവർ കൊടുക്കുന്ന ആ ഒരു വില നമുക്ക് നാം കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് അവെയർ ചെയ്യുകയും നമ്മുടെ സംസാരമൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനും ശ്രദ്ധിക്കാനും മാമിന്റെ ക്ലാസ് വളരെ പ്രയോജനപ്പെടും എന്നുള്ളതാണ്. ഇതെല്ലാവരും വിട്ടുപോകുന്ന ഒരു സംഗതിയാണ്. പല ഒത്തിരി വലിയ കാര്യങ്ങൾ പഠിക്കും, നിസ്സാര കാര്യങ്ങളൊക്കെ നമ്മളെ വിട്ടുകളയും. അങ്ങനെ നല്ലൊരു അവയർനെസ് ആണ് മാമിന്റെ ക്ലാസ്. വളരെ എനർജറ്റിക് ആൻഡ് പവർഫുൾ ആയിട്ട് തന്നെയാണ് ഈ ക്ലാസ് എടുത്തതും വളരെ ഉൾക്കൊള്ളാൻ സാധിച്ചു. എനിക്ക് വളരെ അതുകൊണ്ട് ഞാൻ മാമിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കൺഗ്രാജുലേഷൻ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടേ? എന്താണ് ഇത് കഴിയുമ്പോൾ ഇപ്പൊ ഒരു 1 hour അടുത്ത് നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടും
ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു പോയിന്റ് എങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും, ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് മതി. ഈ ഒരു 1 അവറിൽ പറഞ്ഞതെല്ലാം നിങ്ങൾ കേൾക്കണം എന്നില്ല. ഒരു ജസ്റ്റ് ഒരു പോയിന്റ് എന്തെങ്കിലും നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും ലൈഫിൽ. നമ്മൾ 2026 ജാനുവരിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓരോരോ സെഷൻസിലും കിട്ടുന്ന പോയിന്റ്സും ഓരോരോ സെഷൻസിലും കിട്ടുന്ന എന്താ പറയണേ, നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ട് തോന്നുന്നു എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, അതിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. ഭയങ്കര റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് ഞാൻ ഷുവർ പറയാണ്. അത് നിങ്ങൾക്ക് ആ രീതിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇതിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു വർക്ക് ഷീറ്റ് ഞാൻ ഇന്നിപ്പോൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു PDF ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക. ഓരോ വർക്ക് ഷീറ്റ് ഓരോ സെഷൻ കഴിയുമ്പോൾ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീഡ്ബാക്സ് തരാനുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗ്രൂപ്പിൽ തന്നെ ഫീഡ്ബാക്ക് കിട്ടുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർക്കും അത് കേൾക്കാനാകും. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകും എന്തായിരുന്നു സെഷൻ എന്നുള്ളത്. അപ്പോൾ ഫീഡ്ബാക്സ് ആർക്കെങ്കിലും ഷെയർ ചെയ്യാനെങ്കിലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.